ഇഷ്ടമുള്ളവരടുത്ത് ഒരിക്കലും ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് ഞാൻ ചൂസ് ചെയ്യാൻ പറയത്തില്ല. ഗൈസ് നിങ്ങൾ ഇത് കണ്ടോ, ബിഎഡിന്റെ കാര്യം പറയാനാണ് ഞാൻ ഇന്ന് വന്നേ. നമ്മുടെ ടീമിന്റെ എൻട്രി ബുള്ളറ്റ് കറുത്ത ഷർട്ട് കേട്ടോ, കൂളിംഗ് ഗ്ലാസ്, താടി മസ്റ്റ്. അയ്യോ ഇവന്റെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ താടി ഇഷ്ടമുള്ള ഗ്യാങ്ങിന്റെ അടുത്താണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഇവിടെ വലിയ ഇഷ്ടമില്ലാത്ത സമയത്താണ് ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് തിരഞ്ഞെടുത്തത്. മാനേജ്മെന്റ് പഠിക്കുന്ന പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന ടൈം മുതൽ തീരുന്ന വരും, അത് കഴിഞ്ഞ് ഹോട്ടലിൽ കയറുന്നു എപ്പോഴും നമ്മൾ ക്ലീൻ ഷേവ് ആയിരിക്കും. കോളേജിൽ മീശ മാത്രമേ വയ്ക്കാൻ പറ്റത്തുള്ളൂ, താടി വയ്ക്കാൻ പറ്റത്തില്ല. ചില കോളേജിൽ മീശയും താടിയും വയ്ക്കാൻ പറ്റത്തില്ല. 3 വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ചില സമയത്തൊക്കെ വെക്കേഷൻ കിട്ടും. ആ സമയത്ത് താടി നല്ല നമുക്ക് വളർത്താൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി, കാരണം ഭയങ്കരമായിട്ട് എന്നെ താടി വളർത്തിയായിരുന്നു ആ സമയത്ത്. ഞാൻ കഴിഞ്ഞ് വീണ്ടും നമ്മൾ കോളേജിൽ കയറി ക്ലീൻ ഷേവ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ ഇപ്പോൾ ഹോട്ടലിൽ കയറി ഇപ്പോൾ മീശ പോയിട്ട് താടി പോയിട്ട് നമുക്ക് ഒന്നും വയ്ക്കാൻ പറ്റത്തില്ല, ഫുള്ള് ക്ലീൻ ഷേവ് ആയിട്ടാണ് നമ്മൾ നടക്കുന്നത്. 13 വർഷമായിട്ട് പഠിക്കാത്ത താടിയാൻ പഠിച്ചു. ഇഷ്ടമുള്ള ഒരു ഷെഫ് ഫീൽഡിൽ കയറുമ്പോൾ അവർക്കൊക്കെ മനസ്സിലാവും നമുക്ക് താടി വയ്ക്കാൻ പറ്റാത്തതിന്റെ എത്രത്തോളം നമുക്ക് വിഷമമുണ്ടെന്ന്. അതുപോലെ നമുക്ക് താടി ഷേവ് ചെയ്യാതെ നമുക്ക് ഹോട്ടലിൽ നിൽക്കാൻ പറ്റത്തില്ല, ഒരു ശകലം വളർത്താൻ പറ്റത്തില്ല. നമുക്ക് ഒരു വെക്കേഷനൊക്കെ കിട്ടുമ്പോഴാണ് നമുക്കിപ്പോൾ വളർത്താൻ പറ്റുന്നത്. ഇഷ്ടമുള്ളവരടുത്ത് ഒരിക്കലും ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് ഞാൻ ചൂസ് ചെയ്യാൻ പറയത്തില്ല. താടിയൊക്കെ വളർത്തണമെങ്കിൽ അതിന്റെ രീതിയിലുള്ള ഏതെങ്കിലും ഒരു ജോലി വാങ്ങുക. ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഇഷ്ടമുള്ള രീതിയിൽ അടിപൊളിയായിട്ട് നടക്കുക, അത്രേ എനിക്ക് പറയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.